ചാലക്കുടിയിൽ നടൻ ദിലീപിന്റെ ഡി സിനിമാസ് തിയേറ്റർ സമുച്ചയം പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സ്ഥിരീകരിച്ചു. വിശദമായി പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ ഭൂമി കയ്യേറിയാണ് മൾട്ടിപ്ലക്സ് നിർമ്മിച്ചതെന്നാണ് ആരോപണം. ഇത് പരിശോധിക്കാൻ കളക്ടർ ഡോക്ടർ എ കൗശികിനെ റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു. 1956 മുതലുള്ള രേഖകൾ പരിശോധിച്ചാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രാജഭൂമിയായിരുന്ന സ്ഥലം പിന്നീട് സർക്കാർ ഭൂമിയായി നിജപ്പെടുത്തിയതാണ്. ഇതിൽ ദേശീയപാതയ്ക്ക് കുറച്ച് ഭൂമി വിട്ടുകൊടുത്തു. ഇവിടെ പിന്നീട് ചില പോക്കുവരവ് നടന്നതായും കളക്ടർ തിങ്കളാഴ്ച സൂചിപ്പിച്ചിരുന്നു. മുൻ കളക്ടർ MS ജയയുടെ കാലത്താണ് പരാതി ഉയർന്നതെന്നും കളക്ടർ പറഞ്ഞു. അതേസമയം ദിലീപിന്റെ കയ്യേറ്റം സാധൂകരിക്കാൻ CPI മന്ത്രി ഇടപെട്ടെന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു. സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുക്കൊച്ചി മന്ത്രിസഭ ചാലക്കുടി ശ്രീധരമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഊട്ടുപുര നിർമ്മിക്കാൻ കൈമാറിയ ഒരേക്കർ സ്ഥലം 2005 8 ആധാരങ്ങളുണ്ടാക്കി ദിലീപ് കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. ഈ ഭൂമിയിൽ 35 സെന്റ് ചാലക്കുടി തോട് പുറമ്പോക്കും ഉൾപ്പെടുന്നതായുള്ള റവന്യൂ റിപ്പോർട്ട് മുഖ്യെന്നും ആക്ഷേപമുയർന്നു. ആലുവ സ്വദേശി സന്തോഷ് നൽകിയ പരാതിയിൽ തൃശൂർ ജില്ലാ കളക്ടർ MS ജയ ദിലീപിന് അനുകൂലമായ റിപ്പോർട്ട് നൽകിയിരുന്നു. പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി ഹിയറിംഗിനായി ലാൻഡ് റവന്യൂ കമ്മീഷണറോട് നിർദ്ദേശിച്ചു. നേരത്തെ കളക്ടർ നൽകിയ റിപ്പോർട്ട് റദ്ദാക്കിയാൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ തൃശൂർ ജില്ലാ കളക്ടർ 2 വർഷമായിട്ടും ഉത്തരവിൽ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. 6 തവണ കളക്ടറെ നേരിട്ട് കണ്ടിട്ടും പരിഹാരമുണ്ടായില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിലായി ഡി സിനിമാസിന്റെ ഭൂമി വീണ്ടും വിവാദമായപ്പോൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് തിരുക്കൊച്ചി മന്ത്രിസഭ ചാലക്കുടി ശ്രീധരമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഊട്ടുപുര നിർമ്മിക്കാൻ കൈമാറിയ ഒരേക്കർ സ്ഥലം 2005 8 ആധാരങ്ങൾ ഉണ്ടാക്കി ദിലീപ് കൈവശപ്പെടുത്തിയെന്നാണ് ഈ പരാതി. ഈ ഭൂമിയിൽ 35 സെന്റ് സ്ഥലം ചാലക്കുടി തോട് പുറമ്പോക്ക് ഉൾപ്പെടുന്നതായുള്ള റവന്യൂ റിപ്പോർട്ടും മുഖ്യെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ ഈ ഭൂമി നേരിട്ട് ദിലീപിന്റെ കൈവശം വന്നതല്ല. സ്ഥലം വിഭജിച്ച് 8 പേരുകളിൽ ആദായം ചെയ്ത ശേഷം ഒരുമിച്ച് ദിലീപ് വാങ്ങുകയായിരുന്നു. ഭൂമി പോക്കുവരവ് ചെയ്യാൻ റവന്യൂ രേഖകളിൽ ക്രമക്കേട് നടന്നതായും സംശയിക്കുന്നു. പുനരന്വേഷണത്തിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ 2015 പുറപ്പെടുവിച്ച ഉത്തരവും ഭരണസ്വാധീനം ഉപയോഗിച്ച് മരവിപ്പിച്ച് അനുകൂലമാക്കി. ഡി സിനിമാസ് എന്ന തിയേറ്റർ സമുച്ചയം സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്നും ആരോപണം ഉയർന്നിരുന്നു. കെട്ടിടം പണിതിരിക്കുന്നത് സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് പരാതിയുമായി അഭിഭാഷകൻ KC സന്തോഷാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ചാലക്കുടി സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമി കൊച്ചി രാജകുടുംബത്തിൻ്റെതായിരുന്നു എന്നും പറയുന്നു. 1964 സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ഈ ഭൂമി സർക്കാരിൻ്റെതാണെന്നും രാജകുടുംബത്തിലെ അംഗങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത് ഉപയോഗിക്കാൻ അധികാരമില്ലെന്നും പരാതിക്കാരനായ അഭിഭാഷകൻ ആരോപിക്കുന്നു. എന്നാൽ 2006 ഈ ഭൂമിയിൽ നിന്നും 92.9 സെന്റ് ഭൂമി നടൻ ദിലീപ് വാങ്ങിയതായി രേഖയുണ്ട്. ബിജു ഫിലിപ്പ്, അഗസ്റ്റിൻ, പോൾ, സജി എന്നിവരിൽ നിന്നാണ് അദ്ദേഹം ഭൂമി വാങ്ങിയിരിക്കുന്നത്. 2013 തന്നെ ഇതിനെതിരെ തൃശൂർ കളക്ടർക്ക് പരാതിയും നൽകിയിരുന്നു. എന്നാൽ ദിലീപിന്റെ കൈവശമുള്ളത് പുറമ്പോക്ക് ഭൂമിയല്ലെന്ന് കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയിലും കാര്യങ്ങൾ നടന് അനുകൂലമായിരുന്നു. ക്രിസ്തുമസ് റിലീസ് ചിത്രങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച ഡി സിനിമാസിൽ 420, 240 എന്ന ക്രമത്തിൽ 800 സീറ്റുകളും വിശാലമായ ഫുഡ് കോർട്ടും ഉണ്ട്. ചാലക്കുടി കേന്ദ്രീകരിച്ച് ദിലീപ് തുടക്കമിട്ട ഡി സിനിമാസ് മൾട്ടിപ്ലക്സ് കേരളത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കാനായിരുന്നു ദിലീപിന്റെ പദ്ധതി. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.